ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാർക്കറ്റിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം, മാർക്കറ്റിലെ ഓരോ റൈസ് നടക്കുമ്പോഴും അവിടെ വ്യാപകമായിട്ടുള്ള സെല്ലിങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സെക്ടർ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സെക്ടറിൽ വിൽപ്പന നടക്കുന്നതും കാണാം. അതുതന്നെ പല സ്റ്റോക്കുകളും ഒരു ദിവസം നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ അതിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മളുടെ മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റിംഗ് ലെവലിൽ നിൽക്കുകയായിരുന്നു. കൂടാതെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇത്തരം മാർക്കറ്റിലാണ് ഈ ഒരു സെൽ ഓൺ റൈസ് പൊതുവെ നടക്കാറുള്ളത്. അതുകൂടാതെ ഇപ്പോൾ 200 മൂവിങ് ആവറേജിന് താഴെയാണ് നമ്മുടെ മാർക്കറ്റ്. ആ ഒരു വീക്ക്നെസ്സിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ലെവല് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നത്, ആ സമയത്തായിരിക്കും നല്ലൊരു ബുൾ മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ പൊതുവെ മാർക്കറ്റ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത് നാളെ വരാൻ പോകുന്ന RBIയുടെ തീരുമാനമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് കാണാൻ കഴിയുക. കൂടാതെ നമ്മുടെ റുപ്പിയിൽ ഇന്നും അതിഭയങ്കരമായ തകർച്ച ഉണ്ടായിട്ടുണ്ട്. 87.5 ഇപ്പോൾ റുപ്പിയുടെ ആ ഒരു വാല്യൂ നമുക്ക് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിന് പ്രേരകമായിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റോളം താഴേക്ക് വന്നിരുന്നു. നിഫ്റ്റിയിലെ 500 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 188 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് മുന്നോട്ടേക്ക് വന്നത്. 311 സ്റ്റോക്കുകൾ താഴോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു അവസ്ഥയിലും നമ്മുടെ മാർക്കറ്റിൽ പച്ച കത്തി നിൽക്കുന്ന കുറേ സ്റ്റോക്കുകൾ കാണാം. അതിൽ ഒരു സ്റ്റോക്കാണ് ഇൻഫോ എഡ്ജ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഇൻഫോ എഡ്ജ് ഒരു കോർപ്പറേറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇൻഫോ എഡ്ജ് അഥവാ Naukri.com എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് ഒരു ഇ-കൊമേഴ്സ് മേഖലയിലുള്ള ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ട കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് വൈസ് നോക്കുമ്പോൾ 1,00,000 കോടിയിലധികം മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ്പ് കമ്പനിയാണ് ഇൻഫോ എഡ്ജ്. അത് ഈ ഒരു മേഖലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടാണ് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് വൈസ് നോക്കുമ്പോൾ ഈ കമ്പനി കാണാൻ കഴിയുക. കാരണം ഒന്നാം സ്ഥാനത്ത് സൊമാറ്റോ ആണ്. അപ്പോൾ ഈ ഡൈവേഴ്സിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിസിനസ്സാണ് ഈ ഇൻഫോ എഡ്ജിൻ്റേത്. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് വെർട്ടിക്കൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ മേജറായിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ Naukri.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവരുടെ വരുമാനത്തിൻ്റെ ഏകദേശം 74% ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു Naukri.com എന്ന് പറയുന്ന റിക്രൂട്ട്മെൻറ്റ് സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ഫോം ചെയ്തത് 1995 സഞ്ജീവ് ഭിക്ഷന്താനി എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രീനിയറാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ ന്യൂസ് പേപ്പറിൽ വരുന്ന ക്ലാസിഫൈഡ് ആഡുകൾ ഇവരുടെ വെബ്സൈറ്റിലും കൂടി അഡ്വർടൈസ് ചെയ്യുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നാൽ 1997 അദ്ദേഹം Naukri.com എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ഫ്രണ്ട്സും എല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് അവർ തുടങ്ങുകയും ചെയ്തു. അത് പിന്നീട് വളർന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ ഈ Naukri.com എന്ന് പറയുന്നത് ജോബ് ഹണ്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രാഫിക്കിൽ 80% മാർക്കറ്റ് ഷെയറാണ് നമുക്ക് Naukri.comന് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ ജോബ് അന്വേഷിച്ച് നടക്കുന്നവരുടെ മില്യൺ കണക്കിന് CV-യും അതേപോലെ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുടെ വലിയൊരു നമ്പേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് Naukri.com. ഇത് കൂടാതെ ഇവർ 1998 ജീവൻസാത്തി.com എന്ന് പറയുന്ന ഒരു മാട്രിമോണിയൽ സൈറ്റും തുടങ്ങുകയുണ്ടായി. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള 3rd ലാർജസ്റ്റ് മാട്രിമോണിയൽ സൈറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് ഏകദേശം 15% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 2005 ഇവർ 99 ഏക്കേഴ്സ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വെർട്ടിക്കൽസ് ഇവർ സ്ഥാപിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിൽ വാങ്ങലും വിൽപ്പനയുമായി ബന്ധപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് ഏകദേശം 14% ഒരു റവന്യൂ ഈ കമ്പനിക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇവർ എഡ്യൂക്കേഷൻ മേഖലയിൽ Shiksha.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുകയുണ്ടായി. 2008 അത് രൂപം കൊടുത്തത്. അവിടെയും നല്ല തോതിലുള്ള വരുമാനം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇൻ്റർനാഷണൽ ലെവലായിട്ട് ഇവർ Naukri.Gulf.com എന്ന് പറയുന്ന ഗൾഫ് കൺട്രീസിനെ ലക്ഷ്യമായിക്കൊണ്ടുള്ള ഒരു സൈറ്റ് 2006 ആരംഭിക്കേണ്ടായി. അതുപോലെ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള First Naukri.com എന്ന് പറയുന്ന മറ്റൊരു സൈറ്റും ഇവർ
തുടങ്ങുകയുണ്ടായി. 2006 ഈ Naukri.com അഥവാ ഇൻഫോഎഡ്ജ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല ഡിജിറ്റൽ ബിസിനസ് കൂടാതെ ഇവർ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇപ്പോൾ സൊമാറ്റോയിൽ ഇവർ 15% ഹോൾഡിംഗ് ഇവർക്ക് ഇപ്പോഴും ഉണ്ട്. അതുപോലെ പോളിസി ബസാറിൽ 19.5% ഒരു സ്റ്റേക്കും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ പിൻഡോ ഡോക്യുമെൻറ്റ് സർവീസസ് എന്ന് പറയുന്ന കമ്പനി 26% സ്റ്റേക്കും, അതുപോലെ ഹാപ്പിലി അൺമാരീഡ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ 30% സ്റ്റേക്കും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ നിന്നും കൂടി അതൊക്കെ ഇവരുടെ പ്രോഫിറ്റിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഒരു ബിസിനസ് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ്. അതുപോലെ വളരെയധികം ചെലവ് കുറഞ്ഞതും എന്നാൽ ഹൈ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമായുള്ള ബിസിനസ്സാണ്. ഇപ്പോൾ 2020 ഇവർ വേറൊരു സംരംഭം തുടങ്ങുകയുണ്ടായി. അതായത് ഇൻഫോ എഡ്ജ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതിനവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻഫോ എഡ്ജ് വെഞ്ചേഴ്സ് ഫണ്ട്, അതുപോലെ ഇൻഫോ എഡ്ജ് ക്യാപിറ്റൽ, അതുപോലെ ക്യാപിറ്റൽ 2B തുടങ്ങിയ 3 തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഇത് ഇവർ സ്റ്റാർട്ടപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവരുടെ വിവിധ തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സുകൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതിനെല്ലാം ഓരോ കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഇവർക്ക് വേറെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവരുടെ മൊത്തത്തിലുള്ള ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു അസറ്റ് ലൈറ്റ് പ്ലാറ്റ്ഫോം ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ ഹൈ ആണെന്ന് കാണാം. ഏകദേശം 28 മുതൽ 30% വരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇവർ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് വലിയ തോതിലുള്ള പ്രോഫിറ്റ് അതർ ഇൻകം എന്നുള്ള രീതിയിൽ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള അതർ ഇൻകം എപ്പോഴും ഒരേപോലെ വരണമെന്നില്ല. അത് ഒരു ഇയറിൽ വന്നതുകൊണ്ട് അടുത്ത ഇയറിൽ വരണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 61%. അതൊരു വമ്പിച്ച ഗ്രോത്താണ്. പക്ഷേ ഈ ഗ്രോത്ത് ഒരിക്കലും കൺസിസ്റ്റൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 2020 ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ 240 കോടിയുടെ ഒരു ലോസാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 2021 1048 കോടിയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. 2022 12,882 കോടിയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തി. എന്നാൽ 2023 70 കോടിയുടെ ലോസാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ 2024 പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ പ്രോഫിറ്റ് ചില സമയങ്ങളിൽ ഉയരുന്നതായിട്ടും ചില സമയത്ത് താഴോട്ട് പോകുന്നതായിട്ടും കാണാം. സ്ഥിരത പ്രോഫിറ്റിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂജ് പ്രോഫിറ്റ് കാരണം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇവർ ഓപ്പറേറ്റിംഗ് മാർജിൻ അധികമാണ്, അസറ്റ് ലൈറ്റ് മോഡലാണ്, അതുപോലെ വലിയ തോതിലുള്ള ക്യാഷ് റിസർവ് ഉള്ള കമ്പനിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വാല്യുവേഷനാണ് ഈ കമ്പനിക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകുന്നത്. കാരണം ഇതിൻ്റെ മീഡിയൻ PE 139% ആണെന്ന് കാണാം. നിലവിലുള്ള PE ആണെങ്കിൽ 163 ആണ്. അപ്പോൾ വളരെ ഹൈ വാല്യുവേഷൻ ഇതിന് കൊടുക്കാനുള്ള കാരണം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഇത്തരത്തിലുള്ള പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ അതർ ഇൻകം സോഴ്സിലൂടെ ഇവർക്ക് വരുന്നത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിലൂടെ ഇവർക്ക് വരുന്ന ആ ഒരു ഇൻകത്തിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കാരണം ഈ കൺസിസ്റ്റൻസി കാണുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഇവരുടെ ROCയിലും ROEയിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും അതിൽ സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ അത് ഇത്രമാത്രം കുറയാനുള്ള കാരണവും ഈ ഒരു സ്ഥിരതയില്ലാമ കൊണ്ടാണ്. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ പ്ലാറ്റ്ഫോം ബിസിനസ്സിലുള്ള കമ്പനികളുടെയൊക്കെ ROCയും ROEയൊക്കെ ഈ രീതിയിൽ വളരെ കുറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പിയർ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൊമാറ്റോ, മൊബിക്വിക്ക്, പേടിഎം തുടങ്ങി പല കമ്പനികളുടെയും ROEയും ROCയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിംഗിൾ ഡിജിറ്റിലാണ് അത് കാണുന്നത് കാണാം. ഇപ്പം ആവറേജ് നമ്മൾ മൊത്തത്തിലുള്ള ഈ പ്ലാറ്റ്ഫോം കമ്പനികളുടെ ഒരു ROEയും ROCയും നോക്കുകയാണെങ്കിൽ അത് 4ഉം 5ഉം ഒക്കെ ആയിട്ട് സിംഗിൾ ഡിജിറ്റിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൊതുവേ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ അവരുടെ ലാഭം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് അവർ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്റ്റാർട്ടപ്പിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും വർഷങ്ങളെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ലോസിലായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഇല്ലാത്തതും ഈ രീതിയിലുള്ള ROE ROCയും ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതും. ഈ ഇൻഫോഎഡ്ജിൻ്റെ ക്യാഷ് റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 41,000 കോടിയുടെ ക്യാഷ് റിസർവാണ്. കമ്പനിയുടെ ബോറോയിങ്സ് ആണെങ്കിൽ വെറും 256 കോടിയാണ്. സീറോ ഡെപ്റ്റ് കമ്പനിയാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലത് 37%. 2017 42% ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ഗ്രാജ്വലായിട്ട് നേരിയ തോതിൽ കുറഞ്ഞു വന്നിട്ടാണ് 37 എത്തിയിട്ടുള്ളത്. എങ്കിലും അത് മോശമല്ലാത്തൊരു ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിൻ്റെ ഇതിലുണ്ട്. കൂടാതെ ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 32% ഹോൾഡിംഗ് കാണാൻ പറ്റും.
അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 18% ഹോൾഡിങ്ങും കാണാൻ പറ്റും. അപ്പോൾ അത് ശക്തമായിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിലുണ്ട്. പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് വെറും 10% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ Q3 റിസൾട്ട് ഈ സ്റ്റോക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 15% ഒരു ജമ്പ് കാണാം. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 134% ജമ്പ് കാണാം. അവിടെ അതർ ഇൻകം സോഴ്സിലൂടെ നല്ലൊരു പ്രോഫിറ്റ് വരെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രോഫിറ്റ് ഇത്ര ഹൈ ആയത്. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 240% ആണ് ജമ്പ്. ഈ 240% ജമ്പിനുള്ള കാരണം കഴിഞ്ഞ ക്വാർട്ടറിലാണ് ഈ ഒരു അതർ ഇൻകം സോഴ്സിലൂടെ വലിയൊരു ഇൻകം ഇവർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ പക്ഷേ 3% ഇൻക്രിമെൻറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിനോടനുബന്ധിച്ച് ഈ ഫെബ്രുവരി 5-ാം തീയതി അവർ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഇൻഫോഎഡ്ജ് എന്ന് പറയുന്ന സ്റ്റോക്ക് വലിയ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 8,050 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കുറവായിരിക്കും. കാരണം ഇത്ര വലിയ പ്രൈസിൽ പൊതുവേ ബിഗിനർ ഇൻവെസ്റ്റേഴ്സൊന്നും ഈ സ്റ്റോക്കുകൾ വാങ്ങില്ല. സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വില കുറയുകയും അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ലൊരു ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ വരും. ആ രീതിയിൽ സ്റ്റോക്കിൽ നല്ലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1:5 എന്നുള്ള ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 8,000 രൂപയുടെ ഇൻഫോഎഡ്ജിൻ്റെ ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് 5 സ്റ്റോക്കുകളായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില 1,600-നടുത്തേക്ക് വരും. നിലവിലുള്ള പ്രൈസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ പ്രൈസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വില ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഫേസ് വാല്യൂ ഇപ്പോൾ 10 രൂപയാണ്. അതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫേസ് വാല്യൂ 2 രൂപയായിട്ട് കുറയും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയ 2 മാസം എടുക്കുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. ഇവിടെ റെക്കോർഡ് ഡേറ്റ് ഇതുവരെ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. അത് അടുത്ത് തന്നെ അനൗൺസ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്പ്ലിറ്റിന് മുമ്പേ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യണോ അല്ലെങ്കിൽ സ്പ്ലിറ്റിന് ശേഷം എൻ്റർ ചെയ്യണോ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റാത്ത വിധം നമ്മുടെ മാർക്കറ്റ് തികച്ചും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. കൂടാതെ ഈ സ്റ്റോക്ക് വളരെ ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യമായ എൻട്രി എക്സിറ്റ് ലെവലുകൾ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ ചില പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം ഇത് അനുയോജ്യമാകുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.